അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ആദ്യം തന്നെ സിനിമ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളാണ് അത് അഭിപ്രായം പറയേണ്ടത്. ഇഷ്ടപ്പെട്ടോ? പെർഫോമൻസ്. താങ്ക് യു. സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ പ്രയത്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എല്ലാ കഥാപാത്രങ്ങളും നന്നാവുമ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പുറത്തും കൂടെ നിൽക്കുന്നവരെല്ലാം ആ രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക, ഒരുപാട് നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സന്തോഷം, അധികം സന്തോഷമുള്ളത് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ട് എന്നുള്ളത് കൂടെ ആകുമ്പോഴാണ്. തീർച്ചയായിട്ടും വിഷുക്കാലത്ത് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്ന ഒരു എൻ്റർടൈനറുമായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ആർക്കെങ്കിലും? സിനിമ കണ്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എന്താണെന്നുള്ളത്. അതെ അതെ, പിന്നെ ചാക്കോച്ചൻ ചിദംബരം കോംബോ ഒരു വെറൈറ്റി ഒരു സാധനമായിട്ട് തോന്നി. കാര്യം പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചു. ഇതുവരെ ഡയറക്ഷൻ വെച്ച് ചിദംബരം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് വെച്ചിട്ട് വളരെ മികച്ച ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ആക്ടർ എത്രത്തോളം ആണെന്നുള്ളത് പുള്ളിയുടെ ഫാമിലിയിൽ തന്നെ ആൾക്കാർ ഗണപതിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഗണപതി ചേട്ടനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്നത് കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ആദ്യത്തെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. പറയുന്ന പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയും. ഭയങ്കര നല്ലായിരുന്നു. എല്ലാവരും സിനിമ കാണാൻ പ്രോത്സാഹിപ്പിക്കുക. സിനിമയിൽ അവസരം തന്ന രതീഷ് ചേട്ടൻ തന്നെ, ചാക്കോച്ചന് തന്നെ, വിൽസൺ ചേട്ടൻ, പിന്നെ കൂടെ അഭിനയിച്ച് പ്രോത്സാഹിപ്പിച്ച നിരീഷ് ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു. വിഷുകാലമാണെന്ന് എനിക്കറിയാം. വിഷുവിൻ്റെ ആദ്യത്തെ എന്താ പറയുക, ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കുടുംബസമേതം നിങ്ങളെല്ലാവരും വന്ന് കാണുന്ന വിഷു എന്ന് പറയുന്ന ഒരു സന്തോഷത്തിൻ്റെ, ഒരു സമൃദ്ധിയുടെയും നമ്മുടെ കൂട്ടായ്മയുടെ ഒരു സന്തോഷമായിട്ട് മാറ്റുക. ദുരൂഹ സാഹചര്യം എന്നുള്ള സിനിമ നിങ്ങൾക്കൊരു വിഷു സമ്മാനമായിട്ട് ഞങ്ങൾ തരികയാണ്. അത് സ്വീകരിച്ച് ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. തരാനുള്ളവരോടും നേരത്തെ തന്നെ മുൻകൂട്ടി നന്ദി പറയുന്നു. താങ്ക് യു. രമേശ് ചേട്ടൻ എന്താ പറയാനുള്ളത്? പിന്നെ ചാക്കോച്ചന്റെ പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചാക്കോച്ചന്റെ പ്രകടനം, ചാക്കോച്ചൻ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ചാക്കോച്ചന്റെ മേത്തുണ്ടായിരുന്ന ഈ ചോക്ലേറ്റ് ഹീറോ എന്നുള്ള ആരോപണമൊക്കെ കുടഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലായിട്ടൊരു ആ ലിസ്റ്റിലോട്ട് ഒരു പുതിയ പടം കൂടെ വന്നു. പിന്നെ ചാക്കോച്ചന്റെ കൂടെ പടത്തിൽ ത്രൂ ഔട്ട് ചാക്കോച്ചന്റെ ഇടതും വലതും നിൽക്കുന്നത് മലയാളത്തിലെ 2 സൂപ്പർ ഹിറ്റ് സംവിധായകരാണ്, ദിലീഷുമായും ചിദംബരം. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഈ പടത്തിൽ നിൽക്കുന്നവരും ഇപ്പൊ നിൽക്കുന്നവരും അല്ല പറഞ്ഞത്. അപ്പൊ ഇവര് രണ്ടുപേരും ആ പടത്തിലുണ്ട്. ഒരു ദുരൂഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിസ്റ്ററി കോൺസ്പിറസി എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് വരുന്നത്. എല്ലാ കഥാപാത്രങ്ങൾക്കും സിനിമ കണ്ടു കഴിഞ്ഞാലും ഇടയിലും എല്ലാം നമുക്കറിയാത്ത അവരുടെ ഒരു മാനസികമായിട്ടുള്ള സ്ഥലങ്ങളോ നമുക്ക് കണക്ഷൻ കിട്ടാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. നമ്മൾ ഓരോരുത്തരും വളരെ മിസ്റ്റീരിയസ് പേഴ്സണാണ്. നമുക്ക് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വളരെ നമുക്ക് പിടുത്തം തരാത്തതും പിടുത്തം തരുന്നതും നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറമുണ്ട് എന്ന് തോന്നുന്നതും ഒക്കെ ആയ ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമ. വളരെ മികച്ച പ്രകടനം കൊണ്ട്, എല്ലാവരുടെയും പ്രകടനം കൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. ചാക്കോച്ചന്റെ ഒരു വിഷു കൈനീട്ടമാണ്. എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ സൂപ്പറായിട്ടുണ്ട്. ലിസ്റ്റിനും വിഷു നല്ലൊരു കൈനീട്ടമായി, ഗംഭീരമായി. പിന്നെ നിങ്ങൾ പറയും, നിങ്ങളാണ് മിണ്ടാതിരിക്കുന്നത്. ഇല്ല, ഭയങ്കര സന്തോഷം. ഭയങ്കര പടം കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് പടം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഷോക്കിലാണ്. നമുക്ക് അടിപൊളി ഈ സിനിമ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ തന്നെ ഞാൻ ഇത്രയും അങ്ങനെ ഒരു ക്യാരക്ടറേ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ വന്ന രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനോടും പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള കുഞ്ചാക്കോവരോടും ലിസിസിയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ വോയിസസും അടിപൊളി. കൂടെ പെർഫോം ചെയ്തപ്പം ചാക്കോച്ചൻ ഭയങ്കര വെറൈറ്റി ആയിട്ട് പെർഫോം ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ അത് കൂടുതൽ ഷോക്കിംഗ് ആയിരുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു കൂട്ടായ പ്രയത്നമാണ്. കൂടെ അഭിനയിച്ച് ഇപ്പം എന്താ പറയുക, സജിൻ്റെ എടുത്ത് പറഞ്ഞ ഒരു പ്രകടനമായിരുന്നു. രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടറും അതേപോലെ തന്നെ ജാഫർ ഇടുക്കി, ശരണ്യ, പൂജ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, സുദേശ്, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട്. അവരുടെ എല്ലാവരുടെയും വേറൊരു രീതിയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള രതീഷിൻ്റെ ഒരു കഴിവാണ് നമുക്ക് ഈ സിനിമയിലൂടെയും കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ സറ്റയർ, ഹ്യൂമർ, ഇമോഷൻ, ഒരുപാട് ആക്ഷൻ, ഈ പരിപാടികളെല്ലാം ഈ സിനിമയിലുണ്ട്. അത് നമ്മുടെ ദുരൂഹതയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരോടും ഈ പറയുന്ന ഒരു സ്വീകരിച്ച പ്രേക്ഷകരോടും എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും നന്ദി ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്.